മലയാറ്റൂരിലെ മുണ്ടങ്ങാമറ്റം ഗ്രാമം മുഴുവൻ ഇന്നലെ ഒഴുകിയെത്തിയത് ചിത്രപ്രിയയുടെ വീട്ടുമുറ്റത്തേക്കായിരുന്നു. നാട്ടിലെ ഉത്സവത്തിന് താലപ്പൊലി എടുക്കുവാൻ എല്ലാം ഒരുക്കി വച്ച ശേഷം ഇപ്പ വരാമെന്ന് പറഞ്ഞ് കടയിലേക്ക് പോയ 19കാരി പിന്നെ തിരിച്ചെത്തിയത് 3 നാൾ കഴിഞ്ഞ് ചേതനയറ്റ മൃതദേഹമായാണ്. ഇന്നലെ തുരുത്തിപ്പറമ്പിൽ വീട്ടുമുറ്റത്ത് വെള്ള തുണിയിൽ പൊതിഞ്ഞ് ചിത്രപ്രിയയുടെ മൃതദേഹം എത്തിച്ചപ്പോൾ ചുറ്റിലും വെച്ച അവളുടെ ചിരിച്ച മുഖം കണ്ട് നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു പ്രിയപ്പെട്ടവർ. അച്ഛൻ ഷൈജുവും അമ്മ ഷിനിയും വാവിട്ട് കരഞ്ഞ കാഴ്ച നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം ഉള്ളുലയ്ക്കുന്നതായിരുന്നു. 100 കണക്കിന് പേരാണ് ചിത്രപ്രിയയെ അവസാന നോക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും എത്തിയത്. എന്നാൽ ചിത്രപ്രിയയുടെ മൃതദേഹം 2 ദിവസം കഴിഞ്ഞാണ് കണ്ടെത്തിയത് എന്നതിനാൽ തന്നെ അപ്പോൾ തന്നെ അഴുകിത്തുടങ്ങിയിരുന്ന മൃതദേഹം പ്രിയപ്പെട്ടവരെ കാണിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മുഴുവനും മൂടിക്കെട്ടിയ വെള്ളത്തുണിക്ക് അകത്തുള്ള ചിത്രപ്രിയയ്ക്ക് കണ്ണീരിൽ കുതിർന്ന യാത്രാമൊഴിയാണ് പ്രിയപ്പെട്ടവർ നൽകിയത്. ബംഗളൂരുവിൽ ഏവിയേഷൻ ഡിഗ്രി പഠിക്കുകയായിരുന്നു 19കാരി ചിത്രപ്രിയ. കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെ ക്ഷേത്രത്തിലെ ഉത്സവം കൂടാൻ ചിത്രപ്രിയ എത്തിയത്. തുടർന്ന് ശനിയാഴ്ച ഉച്ചയോടെ കടയിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും ഇറങ്ങിയ ചിത്രപ്രിയ മിനിറ്റുകളും മണിക്കൂറുകളും കഴിഞ്ഞിട്ടും വീട്ടിൽ തിരിച്ചെത്തിയില്ല. ഇതോടെ പരിഭ്രാന്തരായ വീട്ടുകാർ പോലീസിലും പരാതി നൽകി. എന്നാൽ കാണാതായി 3-ാം ദിവസം ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ബാസ്കറ്റ്ബോൾ കളിക്കാരിയായിരുന്ന ചിത്രപ്രിയ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് സ്കൂൾ, നീലീശ്വരം SNDP സ്കൂൾ എന്നിവിടങ്ങളിലാണ് പഠിച്ചത്. ചിത്രപ്രിയ നീലീശ്വരം SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം ക്ലാസ് പൂർത്തീകരിച്ച ശേഷം കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും +2 പാസ്സായി. അപ്പോഴാണ് ഡ്രൈവറും വെൽഡറും ഒക്കെയായി ജോലി ചെയ്യുന്ന അലനുമായി പ്രണയത്തിലായത്. ബംഗളൂരുവിൽ BBA ഏവിയേഷൻ കോഴ്സ് പഠിച്ചു വരികയായിരുന്നു ചിത്രപ്രിയ. എന്നാൽ 1 വർഷം മുന്നേ അലനുമായുള്ള പ്രണയം ചിത്രപ്രിയ അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ വീണ്ടും ചിത്രപ്രിയയെ വിടാതെ പിന്തുടർന്ന അലനുമായി ചേർന്നു പോകാൻ ചിത്രപ്രിയ ശ്രമിച്ചെങ്കിലും സാധിച്ചിരുന്നില്ല. അലനെ ചിത്രപ്രിയയുടെ വീട്ടുകാർക്കും അറിയാമായിരുന്നു. ചിത്രപ്രിയ ബംഗളൂരുവിൽ പോയതിനു ശേഷമാണ് ഇരുവരും തമ്മിലുള്ള അടുപ്പം കുറഞ്ഞത്. ബംഗളൂരുവിൽ ചിത്രപ്രിയയ്ക്ക് മറ്റൊരു സുഹൃത്തുണ്ടെന്ന അലന്റെ സംശയം പ്രശ്നമായിരുന്നു ഇവർക്കിടയിൽ. ഈ വിഷയത്തെ ചൊല്ലി ഇരുവരും തർക്കങ്ങൾ പതിവായതോടെയാണ് അകന്നത്. സംഭവം നടന്ന ദിവസം ചിത്രപ്രിയയുടെ അച്ഛൻ ഷൈജുവും അമ്മ ഷിനിയും നാട്ടിലെ അയ്യപ്പ സേവാ സംഘത്തിന്റെ അയ്യപ്പൻ വിളക്കിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയായിരുന്നു. താലപ്പൊലിയിൽ പങ്കെടുക്കാൻ മകൾ എത്താമെന്ന് പറഞ്ഞിട്ടും സമയമായിട്ടും മകൾ എത്തിയില്ല. തുടർന്ന് അച്ഛൻ ചിത്രപ്രിയയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. ഉടൻ എത്താമെന്ന് പറഞ്ഞ മകൾ ഏറെ വൈകിയും വരാതായപ്പോൾ അലനെയും ഫോണിൽ ബന്ധപ്പെട്ടു. അപ്പോൾ സെബ്യൂർ റോഡിൽ ചിത്രപ്രിയയെ താൻ ഇറക്കി വിട്ടു എന്നായിരുന്നു അലന്റെ മറുപടി. പിന്നീട് ചിത്രപ്രിയയെ പലവട്ടം വിളിച്ചെങ്കിലും ഫോൺ എടുത്തില്ല. തുടർന്നാണ് ചിത്രപ്രിയയുടെ മാതാപിതാക്കൾ കാലടി പോലീസിൽ പരാതി നൽകിയത്. പോലീസും ഷിനി ജോലി ചെയ്യുന്ന കാറ്ററിംഗ് സ്ഥാപനത്തിലെ ജീവനക്കാരും പ്രദേശത്താകെ തിരച്ചിൽ നടത്തിയിരുന്നു. 3-ാം ദിവസമാണ് അഴുകിയ നിലയിൽ സെബ്യൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം കണ്ടെത്തിയ ഉടൻ പോലീസ് അലനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മരണം സംബന്ധിച്ച് തനിക്കൊന്നും അറിയില്ലെന്ന് മറുപടി പറഞ്ഞ അലനെ പോലീസ് വിട്ടയച്ചെങ്കിലും നിരീക്ഷണത്തിൽ വെച്ചു. പിന്നീട് പോലീസ് CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ചിത്രപ്രിയയും അലനും ബൈക്കിൽ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ കിട്ടി. വീണ്ടും കസ്റ്റഡിയിലെടുത്ത് തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തപ്പോൾ അലൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.